ഗൈസ് വെൽക്കം ബാക്ക് ടു സ്കൂബി ഗെയിമിംഗ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഏതാണെന്ന് അറിയോ? ഗ്രാനി. അപ്പോൾ ഗൈസ് ഞാൻ ഇതിന് മുമ്പ് ഇതിട്ടായിരുന്നു. നമ്മൾ എന്തായാലും ഇന്ന് എസ്കേപ്പ് ആവും, അത് ഉറപ്പാണ്. ഇന്ന് എസ്കേപ്പ് ആയാലേ ഈ വീഡിയോ ഗൈസ് എന്തായാലും വരത്തുള്ളൂ. പിന്നെ ഗൈസ് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മസ്റ്റ് ലൈക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഉണ്ട്. സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറച്ചിടാം. ഓക്കെ, ഞാനിത് ഒരു വട്ടം കളിച്ചായിരുന്നു ഗൈസ്, പക്ഷേ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. എന്തായാലും ഞാൻ അന്നേരം എസ്കേപ്പ് ആയായിരുന്നു, മെയിൻ ഡോർ എസ്കേപ്പ് ആയിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ ആഗ്രഹം ഗൈസിനകത്ത് ഒരു ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നമുക്ക് എന്തായാലും അഴിക്കാം. ഞാനിത് കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ശേഷം നല്ലോണം അറിയാം. അത് ഗ്രാൻഡ് പേ അല്ലേ ഗൈസ്? നമ്മളെ കണ്ടില്ല. എന്തായാലും നമുക്ക് വീണ്ടും പണിയെടുക്കാം ഗൈസ്. ഗ്രാൻഡ് പേ പോയി. പിന്നെ ഗൈസ് ഞാൻ കുറച്ച് നാളായിട്ട് ഇടുന്നുണ്ടായിരുന്നത് എനിക്ക് പുതിയൊരു വീഡിയോ വരുന്നുണ്ടെന്ന്. എന്തായാലും ഇന്ന് വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. പിന്നെ ഗ്രാനി മൾട്ടിപ്ലെയർ വീഡിയോയുടെ വരെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ അത് ഇപ്പോഴേ എന്തായാലും വരത്തില്ല ഗൈസ്, ടൈം എടുക്കും. എനിക്കും സമയമില്ല, എൻ്റെ കൂടെ കളിക്കാൻ നിൽക്കുന്ന ആൾക്ക് സമയമില്ല ഗൈസ്, സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഗൈസ് ഞായറാഴ്ച മാത്രമേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ മാക്സിമം നോക്കാം ഗൈസ്. കയറി ഇത് ഓർമ്മ ഇതൊന്നും ഒന്നുമില്ല. സ്കേപ്പ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. മാച്ചസ് അതവിടെ ഇരിക്കട്ടെ. കണ്ട് ഓടോളി ഗൈസ്. എന്തായാലും ഞാനത് കുറേ നേരം ഒന്നും ഹൈഡ് ചെയ്തിരിക്കത്തില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇറങ്ങി ഓടും ഗൈസ്. എനിക്ക് പേടിയില്ല ഗൈസ്. ഇപ്പം ഗ്രാൻഡ് പേ എഴുന്നേറ്റ് പോകുമ്പോൾ ഗൈസിന് സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് കണ്ടിരിക്കും. ചെറിയൊരു പാടുണ്ട്. കോട്ടെ, എന്തായാലും ഞാൻ കണ്ടുപിടിക്കാം. ഞാനിത് കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അയ്യോ, അവനെ പേടിപ്പിക്കാനായിട്ട്. ആർക്ക് പേടി? എനിക്ക് പേടിയില്ല ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ എനിക്കും പേടിയില്ല ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ എനിക്ക് പേടിയില്ല. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ഞാൻ എസ്കേപ്പ് ആവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ട്രെയിൻ എസ്കേപ്പ് ചെയ്യും ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്നും തോന്നുന്നു, നോക്കാം. വീഡിയോ തീരുന്നിടം വരെ സമയമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഹൈപ്പ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാം ഗൈസ്. എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഗൈസ് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്നെ തീരൂ അതിന് ഫോണിനകത്ത് മെസ്സേജ് വന്നത് ഗൈസ്. കൊത്ത് കിട്ടി. ഷെഡിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഇരിക്കുന്നത്. നമുക്കതിനെ വെടിവെച്ച് കൊല്ലാം ഗൈസ്. നമുക്ക് കബാബ് അടിക്കാം. നമുക്ക് ഇതുവഴി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ താഴെ കിടക്കും. കുഴപ്പമില്ല. ഇനി ഇതുവഴി ഇറങ്ങിയിട്ട് ഒരു ചെടിക്കകത്ത് കയറണം. അത്രയും ഉണ്ടായി. ചെടിക്കകത്തോടാണ് നമ്മൾ പ്ലാങ്ക് അല്ലേ ആയിരിക്കുന്നത്. കൊച്ചു കളർ. പിന്നെ ഗൈസ് നമ്മളിതിനകത്ത് ഗ്രാൻഡ് പേ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഗ്രാൻഡ് പേയും സ്ലണ്ടറിനെയും. നമ്മൾ ഗ്രാൻഡ് ഇട്ടിട്ടില്ല. ഗ്രാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടഫായിരിക്കും ഗൈസ്. പ്ലാങ്കൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കോ. കൊച്ചു കളർ ഇതുവഴി പോകണ്ട. നമുക്ക് കറങ്ങി പോകാം. ഗ്രാൻഡ് പേ കാണാത്തുണ്ടെങ്കിൽ പണി കിട്ടും. കല്ലെടുക്കാം. തുറക്കട പെട്ടെന്ന് തുറക്കട ഗൈസ്. പിന്നെ ഇതിനകത്ത് എസ്കേപ്പ് ആവാൻ എന്തൊക്കെയാണ് വേണ്ടത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നോക്കാം. ഇതൊക്കെ എന്തൊക്കെ ചെയ്യണില്ല. അതൊക്കെ ഒന്നും ഇല്ലയോ? നാട്ടിക്ക് തടി ഫയർ കൊണ്ട് ഇത് വേണ്ട. ഇതിനകത്തങ്ങ് ഒന്നുമില്ല ഗൈസ്. ആവശ്യമുള്ളതൊന്നും തരത്തില്ല. എന്താണ് ഗൈസ് ഇങ്ങനെ? തുറന്നോക്കട്ടെ. മതി. ഇതിനകത്തൊന്നുമില്ലല്ലോ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് കളിക്കുമോ.
എന്തിരുത് ചേടാ. ഇതാണ് നമുക്ക്. ഗ്രാൻഡ് പാ, ഹലോ സുഖല്ലേ? ഗുഡ് ബൈ. നമ്മൾ മണ്ടയ്ക്കെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അപ്പുറത്തോട്ട് പോയിട്ട് എന്താ നോക്കുന്നേ? ഇപ്പോൾ കൊണ്ടുവരും. ജസ്റ്റ് പോയായിരുന്നെങ്കിൽ ഇന്ന് താപ്പോട്ട് ഇറങ്ങായിരുന്നു. പോയായിരുന്നു താപ്പോട്ട് ഇറങ്ങായിരുന്നു. നമുക്ക് പോയാൽ മതിയായിരുന്നു. പോയി ഞാൻ ഇറങ്ങി. എനിക്ക് ധൈര്യം ഉണ്ടാ ധൈര്യം. ഒന്നാതെ തൊണ്ടവേദനയാണ് കേസ്. ഇതൊക്കെയുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ സൗണ്ട് ക്വാളിറ്റീസ് പ്രശ്നം കാണും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് നല്ലോണം എഡിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേ സ്റ്റോറിലുള്ള വല്ല ആപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഗൈസ്. ഈ ഗ്രാൻഡ് നമ്മൾ കുറേ നേരം ഹൈഡ് ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിങ്ങിൻ്റെ ഒരു ചലഞ്ച് കൂടാണത്. നമ്മൾ കുറേ നേരം ഒന്നും ഹൈഡ് ചെയ്തിരിക്കത്തില്ല. അയ്യോ കണ്ട് വീണ്ടും ഗൈസ്. കുറേ വെട്ടം ഹൈഡ് ചെയ്യത്തില്ലെന്നല്ല, കുറേ നേരം ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ഹൈഡ് ചെയ്തിരിക്കത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. അല്ലാതെ നമുക്ക് നേരത്തെ പോലെ പഴയ കണക്ക് 5-10 മിനിറ്റൊക്കെ അതിനകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല ഗൈസ്. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ലെങ്ത് വീണ്ടും കൂടും. എങ്ങനെ കാണല്? കണ്ടില്ല, പോയി മണ്ട. എന്തായാലും ഗൈസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ചെറിയൊരു സൗണ്ട് കാണും. അത് ഫാൻ കറങ്ങുന്നതിൻ്റെയാണ്. അത് കാര്യമാക്കണ്ട ഗൈസ്. നമുക്ക് ഇവിടെ വെച്ചിട്ട് അപ്പുറത്തോട്ട് പോകാം. ഓക്കെ, നമ്മളത് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് അപ്പുറത്തിറങ്ങി. അതാണ്ടിരിക്കുന്നു ബ്രിഡ്ജ് ക്രാങ്ക്. ഇത് ആവശ്യമുള്ള സാധനമാണ്, പക്ഷേ അത് മെയിൻ ഡോസിനാണ് തോന്നുന്നു വേണ്ടത്. കറക്റ്റ് ഗൈസ്. ഇത്രയും നേരം ബ്ലാങ്ക് ആക്കിയതിനൊരു കാരണം, ഇത്രയും നേരം ഒന്നും സംഭവിച്ചില്ല ഗൈസ്. എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ കുറേ നേരമായിട്ട് അപ്പുറത്ത് തപ്പുമായിരുന്നു. പിന്നെ ഗൈസ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇച്ചിരി കൂടി കാണും. അത് വേറൊന്നും കാരണമല്ല ഗൈസ്. ഞാൻ ഫാനിനെ മൂട്ടി വന്നിരുന്നാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗൈസ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായാലും നമുക്കിപ്പോൾ ഇത്രയും നേരം കഴിഞ്ഞാൽ നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കത് മേളിൽ കൊണ്ടുപോയിട്ട് മേളിലത്തെ ആ സാധനം തുറക്കാൻ കഴിയും. അവിടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഐറ്റം വല്ലതും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് മേളിലത്തെ തുറക്കണം. ഓക്കെ, നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. ഇറങ്ങടാ, തുറക്കടാ. അത് കോയിൻ ആവശ്യമുള്ളതാണ്. താഴെ മറ്റേ ടിക്കറ്റ് എടുക്കാൻ വേണം തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് കളിക്കുന്നത്. ഇല്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഗൈസ്. എന്തായാലും നമുക്കിത് താഴോട്ട് പോവാം. എന്നിട്ട് നമുക്ക് താഴെ കൊണ്ടുപോയിടാം. താഴോട്ട് പോട്ടെ. താഴത്ത് പെട്ടെന്ന് സമയമില്ല ഗൈസ്. നമ്മൾ എന്തായാലും ഈ വട്ടം എസ്കേപ്പ് ആവും ഗൈസ്. അതെനിക്ക് ഉറപ്പാണ്. എസ്കേപ്പ് ആയില്ലെങ്കിൽ ഈ വീഡിയോ വരത്തില്ല ഗൈസ്. ഞാനത് അതേണൊക്കെ കുഴിച്ച് മൂടും ഗൈസ്. പിന്നെ ഗൈസ് അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ 21 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ കാണുന്നത്. ശരിക്കും ഈ വീഡിയോ 40 മിനിറ്റ് ഉണ്ടായിരുന്നു. നോട്ടണം 40 മിനിറ്റ് ഇപ്പോൾ വലിച്ചടിച്ചേന്. പെട്ടെന്ന് എൻ്റെ ആഗ്രഹം ഫസ്റ്റ് ഡേ എസ്കേപ്പ് ഇടും. അതിന് തടസ്സം ആര് നിന്നാലും ഞാൻ വീഡിയോ മാറിക്കൊടുക്കാം. എടുക്കിടക്ക് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് എസ്കേപ്പ് ആയാൽ മതി.
പെട്ടെന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആയി. എന്തായാലും നമ്മുടെ ടിക്കറ്റ് ഉണ്ട് ചേട്ടാ, തുറക്ക് ചേട്ടാ. അത് തുറക്കടേ ആകാം അവിടെ. ഇവിടെ ഒരു സംഭവം ചെയ്യാനുള്ള പോലെ താഴെ അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അതൊന്നും വേണ്ടായിരിക്കും. എന്തോ വേണ്ട, എനിക്കറിയില്ല. അതൊന്നും വേണ്ടായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഗൈസ് മണ്ടയ്ക്കത്തെ ജനറേറ്ററിൻ്റെയാണോ എനിക്കറിയാൻ പറ്റും. അതൊന്നും വേണ്ടായിരിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ട്രെയിനിൻ്റെ ചാവി ഇട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ അമ്മ പൊളി. ഇനി അടുത്ത സാധനം കണ്ടുപിടിക്കണ്ടേ. ഈ ട്രെയിനിൻ്റെ ചാവി ഇട്ടുന്നതൊന്നും നിങ്ങൾ കണ്ടു കാണത്തില്ല ഗൈസ്. അത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് തോക്കെടുത്തുകൊണ്ട് വന്നു, വെടിവെച്ചു, അത് പൊട്ടിച്ചു, അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നും നടന്നില്ല ഗൈസ്. പിന്നെ കണ്ട് ഈ സാധനം എനിക്ക് മുകളിൽ വരുന്ന കിട്ടി, അത് ഞാനിവിടെ കൊണ്ടിട്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനിടയ്ക്ക് നടന്നിട്ടില്ല. നമ്മൾ ഇത് വെച്ച് എസ്കേപ്പ് ആവും ഗൈസ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എസ്കേപ്പ് ആവാൻ പോകുന്നതാണ്. നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും. എസ്കേപ്പ് ആവാൻ പോടാ. അത് പണി നമ്മൾ അത് വേണമായിരുന്നു ഗൈസ്. ഇനി അതെവിടെ ആയിരിക്കും? ഇവിടെ കാണും ഉണ്ടായിരുന്നു എന്നൊരു സംശയമാണ്. ഇവിടെ ഇല്ല. ഓക്കെ ഇങ്ങോട്ട് വാ. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? എന്തേലും ഒരു വഴി കണ്ടുപിടിച്ച് പറ്റും ഗൈസ്. എനിക്ക് തോന്നുന്നു മറ്റേ വേസ് തെളിയിടണമായിരിക്കും അല്ലേ? ഒരു വേസ് തെളിയിടണ്ടേ? അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഇതെടുക്കാം. 3 കല്ലുണ്ട്, നമുക്ക് കല്ല് വെച്ച് വേസ് തെളിയിടാം. നമുക്ക് വേസും തെള്ളിയിടാം. പോയി അത് ഇളക്കിയിട്ട് ഗൈസ്. എന്തായാലും ആ സാധനം, ആ വേസ് 2 എറിഞ്ഞിടണം. അതൊരു വലിയ പണി തന്നെയാണ്. എന്നിട്ട് ആ വേസ് വെറുതെ കൊണ്ടുവച്ചാൽ മതി ഗൈസ്. അല്ല അയ്യോ പോവാ. അയ്യോ കൈ തട്ടി അടുത്തൊന്നും പോയി. എന്തായാലും ഒരു കല്ല് വെച്ച് ഒരെണ്ണേ നമുക്ക് ഇടാൻ ഇവിടുന്ന് ഇടാം ഗൈസ്. എനിക്ക് തോന്നി വേസി വെള്ളം നിറയണം. വെള്ളം അടുക്കളയിലാണെന്ന് തോന്നുന്നു. ഞാനിതൊക്കെ വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് ഗൈസ്. അങ്ങനെ കണ്ടാണിത്. നമ്മളെന്തായാലും ഈ ഗേറ്റ് അങ്ങ് തുറന്നിട്ടേക്കാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാം, പക്ഷെ നമ്മളത് ചെയ്തില്ല. എനിക്ക് എന്തായാലും ട്രെയിൻ എസ്കേപ്പ് തന്നെ ചെയ്യണം. കാരണം ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കമൻറ്റിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഇട്ടായിരുന്നു കാർ എസ്കേപ്പ് ചെയ്യാൻ. പക്ഷെ ഇതിനകത്തെ കാറ് പൊട്ടിപ്പൊളിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ കാർ എസ്കേപ്പിന് പകരം ട്രെയിൻ എസ്കേപ്പാണ് ഈ വട്ടം ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ കണ്ടോ ഗൈസ്. എനിക്കിത് വഴി വേണം ഇപ്പം എസ്കേപ്പ് ആവാം, പക്ഷെ ചെയ്യത്തില്ല. നമ്മുടെ ആ കമൻറ്റ് ചെയ്ത സുഹൃത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് ഈ വട്ടം ചെയ്യാൻ പോകുന്നത്. ട്രെയിനും കാറും വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രെയിനിൽ തിരിഞ്ഞുള്ളോട്ട് കാർ ചെറുത്. എന്തായാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബ്രോ. നമ്മളെന്തായാലും നോക്കാം. നമുക്ക് കയറാം അകത്ത് കയറാം. ശരി, പെട്ടെന്ന് നീക്കിയിട്ട് നീങ്ങുന്നില്ലേ? ഒരു കഷ്ടം. ഞങ്ങൾ മേളിൽ പോയിട്ട് അതെടുത്തിട്ട് വെള്ളം നിറയ്ക്കണം. അതോ ടീം വേസ്റ്റിംഗ്. ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? തന്നെ ഇല്ല. ഇനി അതുവഴി മണ്ടയ്ക്ക് കയറണം തോന്നുന്നു. എടാ ഞാൻ മണ്ടനായിരുന്നു. എനിക്ക് അതുവഴി തിരിച്ചിറങ്ങിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറിയാൽ പോരായിരുന്നു. ഞാൻ വീണ്ടും ചുറ്റിയില്ലേ? ശേ, പൊട്ടത്തരം കാണിച്ചു. ഇതുവഴി ഇറങ്ങണം, പക്ഷെ അത് ഇച്ചിരി സൂക്ഷിച്ച് വേണം. ഇല്ലേ ഗൈസ് ചത്തു. കാരണം കുറേ പേര് ചത്തു വന്നേ കൈ കൊണ്ടിരുന്നു. കഴിഞ്ഞ ഗെയിംപ്ലേയിൽ ഞാനും ചത്തായിരുന്നു. അത് തെളിയിടും, അത്രയേ ഉള്ളൂ. അതും വീഴ്ത്തി. അവിടെ ഒരു കീ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ സ്വണ്ടു ഇട്ട കീ, പാഡ്ലോക്ക് കീ. ആ പാഡ്ലോക്ക് കീയാണ് നമുക്ക് താഴെ വേണ്ടത്. നമുക്ക് നേരെ താഴെ പോയി പാഡ്ലോക്ക് വെച്ച് തുറക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് വേസ് എടുത്തിട്ട് അതിനകത്ത് നമുക്ക്
വെള്ളം നിറച്ച് കൊണ്ടുവെക്കണം. ഇതിനെ കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. ഗ്രാൻഡ് ഗ്രാൻഡ് എൻ്റെ കൈ ഗണ്ണില്ല. ഗ്രാൻഡ് വി ലൈക്ക് യു. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വന്നില്ല. നമുക്ക് ഇതുവഴി പോകാം. അയ്യോ താണ്ട് വരുന്നേ ഗ്രാൻഡ്. അയ്യോ ശരിക്കും വരുന്നോ? നമുക്ക് ഇതുവഴി താഴ്ചാടി. ഇതൊരു താഴെ ചാടാ. അത്രേ ഉള്ളൂ. നമ്മൾ താഴ്ചാടി. എന്തോന്ന് മൊത്തം ചുറ്റിനും മതിൽ. നമ്മൾ താഴെ എത്തി. എഴുന്നേറ്റേക്ക് വരുന്നു. നമുക്ക് ഇതുവഴി പോയി താഴോട്ട് പോയിട്ട് തുറക്കാം. ഗൈസ്, ഞാൻ ഓവറായിട്ട് അലച്ചലച്ച് സംസാരിക്കാത്തത്. ഓവർ അലപ്പായി കഴിഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, ഭയങ്കര അലപ്പായി പോകും. അതുകൊണ്ടാണ്. നമുക്കത് തുറക്കാം. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് ഇതിനകത്തുനിന്ന് എന്തായാലും ഇലക്ട്രിക് സ്വിച്ചോ അങ്ങനെ തന്നെ പൊക്കുന്ന സാധനമായിരിക്കും കിട്ടുന്നത്. അത് കിട്ടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് എസ്കേപ്പ് ആകാമായിരുന്നു. ട്രെയിൻ എസ്കേപ്പ്. എന്തായാലും നമുക്കിനി പോയി ഗ്രാൻഡ് എന്നെ വെടിവെച്ച് പോയിക്കാം. ഗ്രാൻഡ് അങ്ങോട്ടാ പോകണമെങ്കിൽ ഗ്രാൻഡ് ചത്ത. ഗ്രാൻഡ് ഗണ്ണ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഗണ്ണെടുത്തോണ്ട് പോയെന്നൊന്നും പറയരുത്. നമുക്കിനി പോയി ബേസ് എടുത്ത് പെട്ടെന്ന് വെള്ളം നിറയ്ക്കണം ഗൈസ്. കിടക്കുന്നു. പെട്ടെന്ന് വേണം നമ്മൾ വെള്ളം നിറയ്ക്കാൻ. പെട്ടെന്ന് ഹൈ സ്പീഡ്. ഗ്രാൻഡ് എഴുന്നേക്കുന്നതിന് മുമ്പേ വേണം. പെട്ടെന്ന് പോയി വെള്ളം നിറച്ച് ഇത് വെച്ചിട്ട് അടുത്തത് വന്ന് വെള്ളം നിറയ്ക്കണം. ഗ്രാൻഡ് ചാരി കിടക്കുന്നുണ്ട്. നേരെ പോയി വെള്ളം നിറയ്ക്കും. എന്തായാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് വെള്ളം നിറയണം. വെള്ളം നിറച്ചിട്ടുണ്ട്. താഴെ കളയരുതെന്നാണ് ഇവർ പറയുന്നത്. ഇല്ല, ഞാനിത് സംരക്ഷിക്കും. എന്തായാലും സംരക്ഷിക്കും. പെട്ടെന്ന് പോടാ. പെട്ടെന്ന് പോടാ. താഴെ കൊണ്ടുപോയി വെക്കാം. അതല്ലേ ഇവിടെ ഇല്ലേ? ഇതിനകത്തല്ലേ? ഈ ഷേപ്പ് അനുസരിച്ച് വെക്കണം. ചുമ്മാ അല്ല ഇതിവിടെ. അപ്പോൾ അടുത്തത് ഇനിയപ്പോൾ എടുത്തോണ്ട് വരാം. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൈ സ്പീഡായിരിക്കണം. നമ്മൾ പെട്ടെന്ന് പോയിട്ട് അടുത്തത് എടുത്തോണ്ട് വരാൻ പോവുകയാണ് ഗൈസ്. അടുത്തത് എവിടെ ആയിരിക്കും വീണേ? അയ്യോ, അടുത്തത് എവിടെ വീണേ? അതറിയത്തില്ല എനിക്ക്. നമ്മൾ എവിടെ നിന്നാണ് അടിച്ചിട്ട്? അതും മറന്നു. എന്തായാലും നമ്മൾ അടിച്ചിട്ടത് എവിടെ വീണമെന്നറിയാൻ വയ്യ ഗൈസ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ അവിടെ നിന്നാണ് അടിച്ചത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ അടിച്ചത്. എവിടെ വീണത്? അറിയാൻ വയ്യല്ലേ. അവിടെ ആണ്. നമ്മളിവിടെ തന്നെ അടിച്ചു. അപ്പോൾ ഇതുവഴി ഒന്ന് നമുക്ക് പോയി താഴെ അതാണ് കിടക്കുന്നത്. താഴെ വീണത് നന്നായി. ഇതിവിടെ കിടക്കുന്നത് കണ്ട് നമുക്ക് ഇതുവഴി താഴ്ചാടാം. ഇനി കുറച്ച് ദൂരം. അല്ല ഗൈസ്, ഇനി നമ്മൾ അതിനകത്തൊന്നും തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക് സ്വിച്ച് അല്ല കിട്ടുന്നെങ്കിൽ അങ്ങനൊന്നും വരല്ലേ. ഇലക്ട്രിക് സ്വിച്ച് തന്നെ കിട്ടണേ. ആയിരിക്കും ഗൈസ്, ഇലക്ട്രിക് സ്വിച്ചൊക്കെ തന്നെ ആയിരിക്കും. വേറെ എന്തോ ഇതിനകത്ത് കിട്ടാനുള്ളത്. നമ്മൾ ബാക്കിയെല്ലാം കിട്ടി എന്നാണ് എൻ്റെ നിഗമനം. എന്തായാലും നമുക്ക് നോക്കാം. വെച്ച് തുറക്കടാ. എന്താണ് തുറക്കാത്ത? തുറക്കടാ. തുറന്നു. അത് യെസ് ഗായ്സ്, നമുക്ക് കിട്ടി ഗായ്സ്. നമുക്ക് വേണ്ട സാധനം. യെസ് ഇലക്ട്രിക് സ്വിച്ച്. നമുക്ക് നീ എസ്കേപ്പ് ആവാം. നേരെ പോട്ടറാ. ഞാൻ അവിടെ ചെന്ന് ഇലക്ട്രിക് സ്വിച്ച് വെച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാണെന്ന് കണ്ടു. പിന്നെ ഞാനിപ്പോൾ എസ്കേപ്പ് ആവാൻ പോട്ടെ. ഓണാക്കടാ. അപ്പോൾ അവർ വന്നാണ്. ശരിയാ മോനെ. ശരി രവേ. അപ്പോൾ വന്നില്ല. ഗ്രാൻഡ് കൂടെ വേണമായിരുന്നു. ഇവിടെ മുമ്പ് ഇട്ട് എസ്കേപ്പ് ആകാൻ പോടാ. ഇന്ത്യയുടെ ഗ്രാൻഡ് ഈ വേറെ ഇവിടെ എസ്കേപ്പ് ആകാൻ പോടാ. കാണടാ. ടൈം. ഓനെപ്പൊളി. ഫ്രണ്ടിലത്തെ ഗേറ്റോ അത് തുറന്നു.
ജയിച്ചറാ ജയിച്ചറാ.